ജെസ് നെച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വെണ്ടക്ക കൃഷി, വെണ്ടക്ക വിത്ത് നടുന്നത് മുതൽ അത് മുളപ്പിച്ച് അത് മാറ്റി നടുന്നത് വരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ വളമാണ് ചെയ്തു കൊടുത്തത്, അതുപോലെ തന്നെ എങ്ങനെയാണ് മാറ്റി നടേണ്ടതൊക്കെ ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആ വീഡിയോന്റെ രണ്ടാം ഘട്ടം, അതായത് ഈ വെണ്ടക്കയുടെ രണ്ടാം ഘട്ട വളപ്രയോഗത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ജെസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീടുകളിലൊക്കെ അത്യാവശ്യം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന വളങ്ങളൊക്കെ ഉപയോഗിച്ച് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ടക്ക. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും നമ്മൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്ന സമയത്ത് വെണ്ടക്ക കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറി ഇനം കൂടിയാണ് വെണ്ടക്ക. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഗ്രോ ബാഗിലേക്ക് ആദ്യം കരിയില നിറച്ച് അതിന് മുകളിലേക്കായി ചാണകപ്പൊടിയും അതുപോലെ തന്നെ കോഴിവളം കൂടി ഇട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം അതിന് മുകളിൽ മണ്ണ് ഇട്ട് കൊടുത്ത് ആ ഒരു പോട്ട് മിക്സിനകത്താണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിനകത്താണ് നമ്മൾ ഈ ഒരു വെണ്ടക്ക തൈ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാം ഘട്ടം വളപ്രയോഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ഗ്രോ ബാഗിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏകദേശം എല്ലാ വെണ്ടക്കൾക്കും 4 ഇല പ്രായമായിട്ടുള്ളൂ. എല്ലാ വെണ്ടക്കയിൽ നിന്നും 4 ഇല ആയപ്പോഴേക്കും അതിൽ നിന്ന് പൂവിട്ട് പുതിയ വെണ്ടക്കകൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വെണ്ടക്കകളൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. വെണ്ടക്കയിൽ ധാരാളം ഇനങ്ങളുണ്ട്, ധാരാളം വിത്തുകളുണ്ട്. വെണ്ടക്കയിൽ ഒരുപാട് വിത്ത് ഇനങ്ങളുള്ള ഒരു പ്ലാന്റാണ്, ഒരു പച്ചക്കറി ഇനമാണ് വെണ്ടക്ക. അപ്പൊ ഈ ഒരു വിത്തിന്റെ ഗുണമായിരിക്കാം ഈ ഒരു 4 ഇല ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു വെണ്ടക്ക കായ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് പൂവിട്ട് കായാവുന്ന ഒരു സമയത്താണ് നമ്മൾ രണ്ടാം ഘട്ട വളപ്രയോഗം നമ്മൾ ഈ ഒരു ചെടികൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാ ഗ്രോ ബാഗിലും ഇതുപോലെ ഒരു കമ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. മണ്ണിൽ നല്ലപോലെ ഇളക്കം കിട്ടിയാൽ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ള ഏത് ചെടിയാണേലും പച്ചക്കറി ആണേലും നല്ലപോലെ കായ്ക്കുകയുള്ളൂ, അതുപോലെ തന്നെ നല്ലപോലെ പൂവ് തരുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ഗ്രോ ബാഗും ഇതുപോലെ ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് അതിന്റെ മണ്ണൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ വെച്ചിട്ടുള്ള തൈകൾ പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് ആണെങ്കിലും ചെടിയാണെങ്കിലും എല്ലാതും വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചാൽ നമുക്ക് വളർച്ചക്കൊക്കെ നല്ല ഒരു കായ്ഫലം കിട്ടാനും വളർച്ചയൊക്കെ നല്ല പോലെ ഉണ്ടാവാനും ഈ ഒരു സൂത്രം കൊണ്ട് കഴിയും. അപ്പോൾ ഇതുപോലെ നല്ല പോലെ എല്ലാ ഗ്രോ ബാഗും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കോഴിവളമാണ്. കോഴിവളമാണ് നമ്മൾ ഇവിടെ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. കോഴിവളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇപ്പോൾ വേനലല്ല വർഷക്കാലം ആയതുകൊണ്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പ്രോബ്ലംസ് ഇല്ല. മറ്റേത് അല്ലെങ്കിൽ നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് കോഴിവളം ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കോഴിവളം നമ്മൾ ചെടികൾക്കൊക്കെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചെടിക്ക് കൂടുതൽ അത് താങ്ങാനായിട്ട് പറ്റില്ല. ഏകദേശം നല്ല ചൂടുള്ള ഒരു വളമാണ് കോഴിവളം. അതുകൊണ്ട് തന്നെ അതിന്റെ വേരുകൾക്കൊക്കെ ഡാമേജ് കേട് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിലൊക്കെ നമ്മൾ കോഴിവളം ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചെറിയ തോതിൽ മാത്രമേ ഈ ഒരു ചെറിയ ചെടികൾക്ക്, അതായത് നമ്മുടെ ചെടികൾക്കും ചെറിയ ഇനം പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ ഞാൻ ഈ ഒരു ചേർത്ത് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് നല്ല മഴയുള്ള ഒരു സമയമാണ്. ഒരു നന്നായിട്ട് തുലാമാസം ആയതുകൊണ്ട് തന്നെ നല്ല മഴയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് എന്നാൽ പോലും നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഓരോ ബാഗിലും, ഓരോ ഗ്രോ ബാഗിലും 2 കൈപ്പിടിയാണ് നമ്മൾ ഓരോ ബാഗിനും ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ നേരെ ചുവട്ടിലായിട്ട്, ഈ ഒരു ചെടിയുടെ നേരെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കരുത്. ഏകദേശം ആ ഒരു പ്ലാന്റിന്റെ ഗ്രോ ബാഗിന്റെ സൈഡ് വശങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ ഈ ഒരു കോഴിവളം ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ മണ്ണ് ഇളക്കി അതിനുശേഷം ഓരോ വശങ്ങളിലും ഗ്രോ ബാഗിന്റെ ഒക്കെ വശങ്ങളിലൂടെ 2 കൈപ്പിടി കോഴിവളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗ്രോ ബാഗിലും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക. പൊതയിട്ട് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ കരിയില ഉപയോഗിച്ചാണ് നമ്മൾ പൊതയിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഓരോ ഗ്രോ ബാഗിലേക്കും അധികമൊന്നും വേണ്ട, കുറഞ്ഞ രീതിയിൽ മാത്രം നമ്മൾ കരിയില ഉപയോഗിച്ച് കൊടുത്താൽ മതി. നമ്മളിവിടെ ഇട്ട് കൊടുത്ത കോഴിവളം അതുപോലെ തന്നെ മണ്ണും കാണാത്ത രീതിയിൽ മാത്രം നമുക്ക് ഈ ഒരു കരിയില ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ കുറഞ്ഞ രീതിയിൽ കരിയില ഇവിടെ ഉപയോഗിച്ച് കൊടുത്താൽ മതി.
കരിയില ഇടുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ അതിന് നന്നായിട്ട് ഈ പ്ലാന്റിന് നന്നായിട്ട് ഓക്സിജൻ കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മണ്ണ് എപ്പോഴും നന്നായിട്ട് ഇളകിയ മണ്ണായിരിക്കും. അതുകൊണ്ട് തന്നെ ചെടിയുടെ വേരുകൾക്കൊക്കെ നന്നായിട്ട് പാസ് ചെയ്തിട്ട് എല്ലായിടത്തും പാസ് ചെയ്തിട്ട് വളങ്ങളൊക്കെ നല്ലപോലെ വലിച്ചെടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെ എല്ലാ പ്ലാന്റ്സിന്റെ ഗ്രോ ബാഗിലേക്കും നമ്മൾ ഈ ഒരു കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ കുറഞ്ഞ അളവിൽ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അന്ന് പ്ലാന്റ് മാറ്റി നടുന്ന സമയത്ത് ഈ ഗ്രോ ബാഗ്സ് എല്ലാം പകുതി മാത്രമേ നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പോട്ടി മിക്സും കരിയിലൊക്കെ ഉപയോഗിച്ച് പകുതി മാത്രമേ നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏകദേശം നമ്മൾ എല്ലാം ഒന്ന് ഫുള്ളാക്കിയിട്ടുണ്ട്. ഈ രണ്ടാം വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് പ്ലാന്റിന്റെ ഈ ഒരു ഗ്രോ ബാഗ്സ് എല്ലാം നമുക്ക് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടി ഈ ഒരു ഗ്രോ ബാഗിലേക്ക് വളപ്രയോഗം ചെയ്തു കൊടുക്കാൻ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു കരിയില കുറച്ച് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ആയി മാറും. അപ്പോൾ ആ ഒരു ഭാഗം വീണ്ടും താഴ്ന്ന രീതിയിലേക്ക് മണ്ണും ഈ ഒരു പോട്ടി മിക്സ് താഴ്ന്ന രീതിയിലാവും. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും നമുക്ക് വളപ്രയോഗം ചെയ്തു കൊടുക്കാവുന്നതാണ്. മാത്രമല്ല നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് സ്യൂഡോമോണസ് ലായനിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ വളർച്ച നല്ല പോലെ ഇരട്ടിയാകും. അതുപോലെ തന്നെ ധാരാളം രോഗബാധകളിൽ നിന്നൊക്കെ ഈ ഒരു പ്ലാന്റിനെ തടയാനായിട്ട് കഴിയും. സ്യൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 25 മില്ലി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ ചുവട്ടിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.